വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ പ്രഭാഷണം എന്നാണ് നമ്മുടെ ഈ പരിപാടിയുടെ പൊതുവായ പേര്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ, മാതാപിതാക്കൾ, മക്കൾ, സ്വർഗം, ഇതിനെ കുറിച്ചെല്ലാം ഏത് സ്വഭാവത്തിലാണ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ചരിത്രങ്ങൾ ധാരാളമായി പറയുന്നത്. ഖുർആനിന്റെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖസസ്. ഖുർആനിലെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം കഥകളല്ല, മറിച്ച് എന്നാണ് വിശുദ്ധ ഖുർആൻ കഥകളെ കുറിച്ച്, ചരിത്രങ്ങളെ കുറിച്ച് അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത്. കഥകൾ എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമുള്ള, പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ആ കഥകൾ ധാരാളമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥകൾ എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്? താങ്കൾക്ക് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരുടെ ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രങ്ങൾ നാം പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് ചരിത്രം പറഞ്ഞു തരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി അല്ലാഹു നൽകുന്നത് താങ്കളുടെ കൽബിനെ, താങ്കളുടെ ഹൃദയത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ്. ഏത് ജീവിത സാഹചര്യങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മനുഷ്യരെ പാകപ്പെടുത്തുന്നു എന്നതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഏത് ചരിത്രങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ ഖുർആൻ പറയുന്ന ചരിത്രങ്ങൾ ഒരിക്കലും കെട്ടുകഥകളാവില്ല. എന്നാണ് ഖുർആൻ പറയുന്നത്. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായി എന്നത് ചരിത്രമല്ല, അത് ഒരു കെട്ടുകഥ മാത്രമാണ്, അതൊരു ഐതിഹ്യം മാത്രമാണ്. അങ്ങനെയുള്ള കെട്ടുകഥകളും ഐതിഹ്യങ്ങളുമല്ല പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ ഖസസുകൾ എന്ന പേരിൽ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ആ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് അല്ലാഹു പകർന്നു നൽകും. ഇതിനു വേണ്ടിയാണ് ചരിത്രം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ എല്ലാ ചരിത്രങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ നിലയ്ക്ക് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുമ്പോൾ ആ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ചില മക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. സ്വാഭാവികമായും ആ മക്കളുടെ മാതാപിതാക്കളെ കുറിച്ചും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. നേരത്തെ ഇവിടെ നമ്മുടെ ഗഫൂർ സാഹിബിന്റെ മോള് അയ വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്തു. അവർ പാരായണം ചെയ്ത സൂറത്തുൽ ബുറൂജ് ആയിരുന്നു. സൂറത്തുൽ ബുറൂജ് എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിന്റെ മനോഹരമായ ആവിഷ്കാരമാണ്. ആ ചരിത്രത്തിന്റെ ക്ലൈമാക്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക ഒരു ഉമ്മയും കുഞ്ഞുമാണ്. അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട്. കിടങ്ങുവാസികൾ എന്ന് നമ്മുടെ മലയാളത്തിൽ പറയുന്ന, ഒരുപക്ഷെ ആ സൂറത്തിൽ അല്ലാഹു ആ ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്നില്ല. എന്ന് പറഞ്ഞ് അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ട ഒരു ജനത എന്ന് മാത്രമേ ഖുർആൻ പറയുന്നുള്ളൂ. ആ ജനത ആരായിരുന്നു എന്നത് ഹദീസുകളിൽ വളരെ വിശദമായി
ചരിത്രപരമായി നമുക്ക് കാണാൻ കഴിയും. അതാണ് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം, കിഴങ്ങുവാസികളുടെ ചരിത്രം. ആ ചരിത്രം വിശദമായി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിന്റെ ക്ലൈമാക്സ് മാത്രം ഞാൻ പറയാം. അതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചരിത്രത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്, ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഇസ്ലാം വിരുദ്ധനായ അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്. എന്നാൽ അവിടെ അടിയുറച്ച വിശ്വാസികളായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്തെ മുഴുവനും കൊന്നുകളയാൻ വേണ്ടി ഇയാൾ തീരുമാനിച്ചു. കൊല്ലുന്നത് വളരെ ക്രൂരമായ സ്വഭാവത്തിലാണ്. ആ നാടിന്റെ ചുറ്റുവട്ടത്ത് വലിയ ഒരു കിടങ്ങ് കീറാണ്. ആ കിടങ്ങിൽ തീ കത്തിച്ചുകൊണ്ട് ആ തീകുണ്ടാരത്തിലേക്ക് ഓരോരുത്തരെയും ഇങ്ങനെ തള്ളിയിട്ടാണ്. ആ തള്ളിയിടുന്നതിന് മുമ്പ് ഓരോരുത്തരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്റെ ദീനിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ ഈ കിടങ്ങിൽ ചാടി നിങ്ങൾക്ക് മരിക്കാം. രണ്ടാമതൊരു ഓപ്ഷനെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. വിശ്വാസികളായ ആളുകളെല്ലാം ആ കിടങ്ങിൽ ചാടി ഷഹാദത്ത് വരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു ഉമ്മയും കുഞ്ഞും മാത്രം ബാക്കിയുണ്ട്. ഒരു ഉമ്മയും കുഞ്ഞും മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഉമ്മ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഉമ്മക്ക് ചാടാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും ആ ഉമ്മയുടെ കുഞ്ഞ് മുലകുടി പ്രായം എത്തിയിട്ടില്ലാത്ത ഒരു പിഞ്ചു പൈതലാണ്. ആ പിഞ്ചു പൈതലിനെയും എടുത്തുകൊണ്ട് ഈ തീക്കുണ്ടാരത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്റെ ജീവൻ മാത്രമല്ലല്ലോ പോവാം, ഈ കുഞ്ഞിന്റെ ജീവൻ കൂടി നഷ്ടപ്പെടും. നിഷ്കളങ്കരമായ എട്ടും കോട്ടും തിരിയാത്ത ഒരു വർത്തമാനം പോലും പറയാൻ കഴിയാത്ത ഈ പിഞ്ചു പൈതലിന്റെ ജീവൻ ഞാൻ എന്തിനു കളയണം എന്ന് ഈ ഉമ്മ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഉമ്മാനോട് അത്ഭുതകരമായി ആ കുഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ചെറിയ കുട്ടികൾ സംസാരിച്ചതിന്റെ അത്ഭുതം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജുറൈജിന്റെ ചരിത്രം പറയുന്നിടത്ത് ഒരു കുഞ്ഞ് സംസാരിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത് ചരിത്രത്തിൽ ഒരു കുഞ്ഞ് സംസാരിച്ചത് അസ്ഹാബുൽ ഉഖ്ദൂദിലെ ഈ ഉമ്മയുടെ കുഞ്ഞായിരുന്നു. അതുപോലെ ആ കുഞ്ഞ് സംസാരിച്ചിട്ടില്ല. ആ കുഞ്ഞു ഉമ്മാനോട് പറയാം, യാ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, അൻതി ബിൽ ഹഖ്, നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്താണ്, നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്താണ്. അതുകൊണ്ട് ധൈര്യമായി എന്നെയും കൊണ്ട് നിങ്ങൾക്ക് ഈ തീകുണ്ടാരത്തിലേക്ക് ചാടാം എന്ന് പറയുമ്പോ ആ ഉമ്മയും കുഞ്ഞും കൂടി ഈ കുഞ്ഞിന്റെ വർത്തമാനം കേട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് ചാടുന്നതോടുകൂടിയാണ് അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന ആ ചരിത്രം അവസാനിക്കുന്നത്. ഇവിടെ ഒരു ഉമ്മയും കുഞ്ഞുമാണ് ചരിത്രത്തിലെ കഥാപാത്രം. നമ്മുടെ വിഷയം മക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് എന്നതാണ്. എങ്ങനെയാണ് മക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക എന്നതിന്റെ വഴി കാണിച്ചു തരുന്ന ചരിത്രത്തിന്റെ ഒരു പാഠം കൂടിയാണ് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഗസയെ കുറിച്ച് ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗസയിലെ കുഞ്ഞുങ്ങൾ ബോംബ് വർഷിക്കപ്പെട്ടുകൊണ്ട് ഷഹീദായി കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാനില്ലാതെ, അവർക്ക് മരുന്ന് കഴിക്കാൻ മരുന്നിന് സംവിധാനമില്ലാതെ ഓരോ ദിവസവും നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മളൊക്കെ വേദനാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഗസയിലുള്ള ജനങ്ങൾ ഒരു പോരാട്ടത്തിന്റെ വഴിയിലാണ്. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തിയത് എന്നതിന്റെ ഈ ലോകത്തിലെ വർത്തമാനത്തിന്റെ മനോഹരമായ ഉദാഹരണമാണ് ഗസയിൽ നിന്ന് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അലാം റജ എന്ന് പറയുന്ന ഒരു ഉമ്മ, അവർ പീഡിയാട്രീഷ്യൻ ഡോക്ടറാണ്. അവർക്ക് 10 മക്കളുണ്ട്. 10 മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൂത്ത മകന്റെ പ്രായം 12 വയസ്സാണ്. ചെറിയ കുട്ടിയുടെ പ്രായം 4 മാസമാണ്. 4 മാസം പ്രായമുള്ള ഇളം പൈതലും 12 വയസ്സ് പ്രായമുള്ള മൂത്ത കുഞ്ഞും ഉൾപ്പെടെ 10 മക്കളാണ് അലാം റജ എന്ന് പറയുന്ന ഉമ്മാക്കുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ആ കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് പോകും. പതിവ് പോലെ അവർ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവും 10 മക്കളിൽ 9 മക്കളും ഷഹാദത്ത് വരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഉമ്മ കാണുന്നത്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത 9ാമത്തെ മകൻ ആദം എന്ന് പറയുന്ന കുഞ്ഞൊഴികെ ബാക്കിയുള്ള 9 മക്കളും ഷഹാദത്ത് വരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ഭർത്താവ് ജീവനോട് മല്ലിട്ടുകൊണ്ട് പൊരുതിക്കൊണ്ടിരിക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു. ഇന്ന് അവശേഷിക്കുന്നത് അലാ റജ എന്ന് പറയുന്ന ഉമ്മയും ആദം എന്ന് പറയുന്ന ഒരു കുഞ്ഞും മാത്രമാണ്.
ആ 9 മക്കളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഷഹീദാകുമ്പോ ആ ഉമ്മ പറയുന്നുണ്ട്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എന്റെ കൂടെ എന്റെ പടച്ചവനുണ്ട്, ആ പടച്ചവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഉമ്മയെയും ആ ഉമ്മയുടെ മക്കളെയും ശ്രദ്ധിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക എന്നതിന്റെ ഖുർആനികമായ പാഠങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്ന ചില വർത്തമാനങ്ങൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ 3 ഉമ്മമാരെ കുറിച്ചും ആ 3 ഉമ്മമാരുടെ മക്കളെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ അസ്ഹാബുൽ ഉഖ്ദൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേർക്കുനേരെ പരാമർശിക്കാത്ത എന്നാൽ ആ ചരിത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ഒരു സംഭവം. രണ്ടാമത്തേത് മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് നാം വഹയിലൂടെ ഉത്ബോധനം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാമല്ലോ, ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതിയായ ഭരണാധികാരി ആ രാജ്യത്ത് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോ, ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നമ്മൾ ചരിത്രത്തിൽ ഇത് വായിച്ചതാണ്. അഥവാ ആ രാജ്യത്ത് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ഫറോവ എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ അന്തകനായി മാറുമെന്ന ഒരു ജ്യോത്സ്യന്റെ പ്രവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, എന്നാൽ ഇനി നാട്ടിൽ ഒരു കുഞ്ഞും ജനിക്കേണ്ടതില്ല എന്ന് ആ രാജ്യത്തിന്റെ ഭരണാധികാരി തീരുമാനിക്കാൻ, അങ്ങനെ അവിടെ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമ്പോ, ആ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി വളരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ ആദ്യ ഭാഗത്ത് ചരിത്രം പഠിക്കുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആ കുഞ്ഞ് പ്രസവിക്കാൻ ആ ഉമ്മ ആ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ആ കുഞ്ഞിനെ പ്രസവിച്ച് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു പെട്ടിയിലാക്കിക്കൊണ്ട് നൈൽ നദിയിൽ ഒഴുക്കിക്കൊണ്ട് ആസിയ ബീവി എന്ന് പറയുന്ന ഫിർഔനിന്റെ ഭാര്യയുടെ കൈവശം ആ കുഞ്ഞ് എത്തുകയും അങ്ങനെ കൊട്ടാരത്തിൽ ആ കുഞ്ഞ് വളരുകയും ചെയ്യുന്ന അത്ഭുതകരമായ, അഥവാ ഫറോവയുടെ എല്ലാ കുതന്ത്രങ്ങളെയും മറികടന്നുകൊണ്ട് അല്ലാഹുവിന്റെ തന്ത്രം വിജയിച്ച ആ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രിയപ്പെട്ട ഉമ്മയുടെയും കഥ പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ഉമ്മയുടെയും മകന്റെയും ചരിത്രം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. പിതാവില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്ന അത്ഭുതം ഉണ്ടായപ്പോ അത് ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണമായിരുന്നു. കാരണം നാട്ടുകാർ മുഴുവനും പിഴച്ചവണ്ണം അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പിന്നെ ഒരു പ്രവാചകന്റെ മാതാവാകാനുള്ള ഭാഗ്യം ലഭിച്ച ആ ഉമ്മയെ തന്റെ കുടുംബത്തിൽപ്പെട്ടവരും തന്റെ നാട്ടുകാരും മുഴുവൻ പിഴച്ചവളെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ ആ ഉമ്മയുടെ പ്രിയപ്പെട്ട മകനായി ഒരു പിതാവില്ലാതെ ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന കുഞ്ഞ് ജനിക്കുന്ന ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ഉമ്മയുടെയും കുഞ്ഞിന്റെയും ചരിത്രമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഖുർആനിൽ ഒരു ഉമ്മയുടെയും കുഞ്ഞിന്റെയും ചരിത്രം എന്ന് നിലക്ക് പറയുന്നത് ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയും അഥവാ ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളായി ജനിച്ച ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. റബ്ബി ഇന്നി നദറതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ തന്റെ പ്രിയപ്പെട്ട ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നേർച്ചയാക്കാൻ വേണ്ടി തീരുമാനിച്ച സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആൽ ഇംറാനിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം മാറ്റിവെച്ചു കഴിഞ്ഞാൽ 3 ഉമ്മമാരുടെയും ആ 3 ഉമ്മമാരുടെ കുഞ്ഞുങ്ങളുടെയും ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യതയോടെ വളരെ വ്യക്തതയോടുകൂടി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഈ 3 ചരിത്രവും നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഉമ്മ ഒരു ഉപ്പ തന്റെ കുഞ്ഞിനെ വളർത്തേണ്ടത് എന്ന മനോഹരമായ പാഠം കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കവി പറയുന്നുണ്ട്, മഅറൂഫുർ റസാഫി എന്ന് പറയുന്ന ആ കവിയുടെ മനോഹരമായ ഒരു കവിത ഇങ്ങനെയാണ്: വലം അറലിൽ ഖലായിഖി മിൻ മഹല്ലിൻ യുഹദ്ദിബുഹാ കഹദുൽ ഉമ്മഹാതി فحفظ الأم مدرسة تسامت بتربية البنين والبنات وأخلاق الوليد تقاس حسنا بأخلاق النساء الوالدات. ആ കവി ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഉമ്മ വളർത്തേണ്ടത് എന്നതിന്റെ പാഠം വളരെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് കാണാൻ സാധിക്കും. അവർ പറയുന്നത് വലം അറലിൽ ഖലായിഖി മിൻ മഹല്ലിൻ
യുഹദ്ദിബുഹാ കഹിബുൽ ഉമ്മഹാത്തി. ഒരു ഉമ്മയുടെ മടിത്തട്ടിനേക്കാൾ മനോഹരമായ സംസ്കാരങ്ങൾ രൂപപ്പെടുന്ന ഒരു മഹലും ഒരു കേന്ദ്രവും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മയുടെ മടിത്തട്ട് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു മദ്രസയുടെ പേരാണ്. ഏറ്റവും ഉന്നതമായ ഒരു കലാലയത്തിന്റെ പേരാണ് ഒരു ഉമ്മയുടെ മടിത്തട്ട് എന്ന് പറയുന്നത്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ ഏറ്റവും മനോഹരമായ ജീവിതമാണുകൾ അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് വളർത്താനുള്ള ഏറ്റവും മനോഹരമായ മദ്രസയുടെ പേരാണ് ഒരു ഉമ്മയുടെ മടിത്തട്ട്. ഒരു ഉമ്മ താൻ തനിക്ക് പ്രസവിക്കുന്ന കുഞ്ഞിന് നൽകാൻ കഴിയുന്ന സ്വഭാവത്തെക്കാൾ മനോഹരമായ ഒരു സ്വഭാവവും ഈ ദുനിയാവിൽ ഒരാൾക്കും മറ്റൊരാൾക്കും നൽകാൻ കഴിയുകയില്ല എന്നുകൂടി ആ കവി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉമ്മ എന്ന് പറയുന്നത് അതേ പദവിയിലുള്ള ആൾ തന്നെയാണ് ഉപ്പയും. വിശുദ്ധ ഖുർആൻ ഉമ്മയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഉപ്പമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഹ്യ നബി എന്ന് പറയുന്ന കുഞ്ഞിന്റെ ഉപ്പയായ സക്കരിയയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന കുഞ്ഞുമോന്റെ ഉപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു പിതാവ് ആരായിരിക്കണം എന്നതിന്റെ ഉജ്ജ്വലമായ പാഠം സൂറത്തുൽ ലുഖ്മാൻ എന്ന അധ്യായത്തിലൂടെ പടച്ചതമ്പുരാൻ ഒരു പിതാവിനെ മനോഹരമായി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ ഉമ്മമാരും ഉപ്പമാരും എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വളരെ പ്രസിദ്ധമായ നമ്മൾ പല സന്ദർഭങ്ങളിലും നിരന്തരമായി കേൾക്കാറുള്ള കുടുംബയോഗങ്ങളിലും മറ്റുമൊക്കെ നിരന്തരമായി നമ്മൾ വിശദീകരിച്ചുകൊണ്ട് പറയാറുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് കൂടിയാണിത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. നിങ്ങളെ മാത്രം മോചിപ്പിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ മോചിപ്പിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും നിങ്ങൾ മോചിപ്പിക്കണം. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് നമ്മൾ ഒറ്റക്കല്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു അധ്യാപനമുണ്ട്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആ സ്വർഗത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കേണ്ടവരല്ല. ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി എന്ന് തീരുമാനിക്കേണ്ടവരല്ല. നമ്മൾ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗത്തിൽ ഉണ്ടാവണം. നമ്മുടെ പ്രിയപ്പെട്ട പത്നിമാരും നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും നമ്മുടെ സ്വർഗത്തിൽ ഉണ്ടാവണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ ആ സ്വർഗത്തിൽ ആ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ മക്കളും മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന ഒരു സ്വർഗത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുമ്പോ ആ സ്വർഗത്തിൽ നമ്മുടെ കൂടെ മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് പോലെ വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ. വിശ്വാസികളായ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ ജീവിച്ച് വിശ്വാസത്തിന്റെ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ അവരുടെ മക്കളെയും പടച്ചതമ്പുരാൻ പിന്തുടർച്ചക്കാരായി കൊണ്ടുപോകാനുള്ള അവസരം അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസികളുടെ കൂടെ ഈമാനുള്ള മക്കളും കൂടെ ഉണ്ടാവുക എന്നത് അൽഹഖ്നാ ബിഹിം ദുർരിയത്തുഹും, അവരുടെ മക്കളെയും നാം അവരുടെ കൂടെ ചേർക്കുക തന്നെ ചെയ്യും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ, അവരുടെ കർമ്മങ്ങളിൽ നിന്ന് ഒരു കർമ്മവും പടച്ചതമ്പുരാൻ പാഴാക്കി കളയുകയില്ല. പക്ഷേ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുല്ലും ബിമാ കസബ റഹീം, എല്ലാവരും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ പണയപ്പെടുത്തപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ തന്നെ അതിന് അധ്വാനിക്കേണ്ടതുണ്ട്. മറ്റൊരാൾ സ്വർഗത്തിൽ പോകേണ്ടതുണ്ടെങ്കിൽ അവൻ തന്നെ അധ്വാനിക്കേണ്ടതുണ്ട്. അത് മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും അതേപോലെ തന്നെ ഭാര്യയാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും എല്ലാവരും സ്വർഗത്തിൽ പോകണമെങ്കിൽ അവരവർ തന്നെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്ന പാഠം അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ സ്വർഗത്തിൽ പോകും
പോകുമ്പോ എന്റെ കൂടെ എന്റെ മക്കളും സ്വർഗത്തിൽ പോകണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട സുപ്രധാനമായ ഒരു പാഠമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ കൂടെ എന്റെ മക്കൾ സ്വർഗത്തിൽ ഉണ്ടാവണം. ഞാൻ നരകത്തിൽ പോകാതിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കളും നരകത്തിൽ പോകാതിരിക്കണം എന്ന ഉറപ്പോടുകൂടി എന്റെ ജീവിതത്തെ എന്റെ മക്കളുടെ തർബീയത്തിനെ കുറിച്ച് ആലോചിക്കുവാൻ നമുക്ക് യഥാർത്ഥത്തിൽ സാധിക്കുന്നുണ്ടോ? നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ മക്കൾ നല്ല ഡോക്ടർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, നല്ലൊരു എഞ്ചിനീയർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, നല്ലൊരു IT വിദഗ്ധനാണെന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, നല്ലൊരു കച്ചവടക്കാരനായി മാറണമെന്ന് ആഗ്രഹിക്കും. അതേപോലെ തന്നെ ഏതെല്ലാം ഫീൽഡിൽ എത്ര ഉന്നതമായ പദവികളിൽ എത്താൻ പറ്റുമോ അവിടെയെല്ലാം നമ്മളുടെ മക്കൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കും. തീർച്ചയായും ആ ആഗ്രഹം നമുക്കുണ്ടാവണം. ഈ ദുനിയാവിൽ ഏറ്റവും ഉന്നതങ്ങളിൽ നമ്മുടെ മക്കളെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മാതാവിന്റെയും പിതാവിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ആ മക്കള് ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. അഥവാ ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ കൂടെ എന്റെ മകൻ എന്റെ കൈ പിടിച്ചുകൊണ്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ കൈ പിടിച്ചുകൊണ്ട് ആനയിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട മകനും എന്റെ പ്രിയപ്പെട്ട മകനും ആ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് വേണ്ടത് കൂടി മക്കൾക്ക് നൽകുവാൻ എപ്പോഴാണ് നമുക്ക് സാധിക്കാറുള്ളത് എന്നതിനെ കുറിച്ച് നമ്മുടെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മൾ അഭിമാനത്തോടു കൂടി പറയും, എന്റെ മകൻ ഡൽഹിയിൽ പഠിക്കുന്നുണ്ട്, എന്റെ മകൻ പഞ്ചാബിൽ പഠിക്കുന്നുണ്ട്, എന്റെ മകൻ അങ്ങ് കശ്മീരിൽ പോയി പഠിക്കുന്നുണ്ട്, എന്റെ മകൻ ലണ്ടനിലാണ്, എന്റെ മകൾ അങ്ങ് ജർമ്മനിയിൽ പോയി പഠിക്കുന്നുണ്ട് എന്നത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയും. അഭിമാനത്തോടു കൂടി അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ മകനും മകളും നമ്മളോടൊപ്പം സ്വർഗത്തിലേക്ക് കൂടി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇങ്ങനെ വർത്തമാനം പറയുമ്പോ അഥവാ മക്കളെ കുറിച്ച് മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ പഠനത്തെ കുറിച്ച് ചോദിക്കും. ആ പഠനത്തെ കുറിച്ച് ചോദിച്ച് അടുത്ത സ്റ്റെപ്പിൽ അവർക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും രക്ഷിതാക്കൾ പറയും അതെനിക്കറിയില്ല. അവർ ചുമക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമക്ക് പോകാനൊന്നും സൗകര്യമില്ല, കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്? അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അവിടെ നിസ്കരിക്കാനും ചുമക്ക് പോകാനോ സൗകര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ മകളും ചുമക്ക് പള്ളിയിൽ പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്കത് സ്ട്രിക്റ്റ് ആണ്. വിദ്യാഭ്യാസ സ്ഥാപനം ഭയങ്കര കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് അവർ പോകാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു മനസ്സാക്ഷി കുത്തും അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വർഗത്തിൽ പോകുമ്പോ നമ്മുടെ കൂടെ മക്കളെയും കൂടി സ്വർഗത്തിൽ പോകാൻ കഴിയില്ല? നേരത്തെ വിധികുട്ടി മാഷ് ആമുഖത്തിലുള്ള വല്ലപ്പുഴയെ കുറിച്ച് പറഞ്ഞു. ഇവിടെയുള്ള രക്ഷിതാക്കൾ ഈ നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ആലിമീങ്ങളുടെ പാരമ്പര്യമുള്ള നാടാണ്. ദീനീപരമായ വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ എല്ലാ നിലക്കും യോഗ്യതയുള്ള നമ്മുടെ പരിസരത്തുള്ള പ്രദേശങ്ങളുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അഭിമാനപൂർവമായ ചരിത്രം പറയാൻ കഴിയുന്ന ഒരു നാടിന്റെ പേരാണ് വല്ലപ്പുഴ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് ചമ്പുകുടി എന്ന് പറയുന്ന നമ്മുടെ തൊട്ടമഹലിൽ വെച്ചുകൊണ്ടാണ്. അത്രമാത്രം മതപരമായി പ്രസിദ്ധമായ നമ്മുടെ നാട്ടിലെ മക്കൾ ഇന്ന് എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതേപോലെ തന്നെ എന്തെല്ലാം വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ എന്ന് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മക്കളുടെ തർബീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ മക്കളുടെ തസ്കിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖുർആൻ ഒരു പ്രവാചകൻ എന്ന നിലക്കല്ല, ഒരു സ്വാത്വികനായ വ്യക്തി എന്ന നിലക്ക് ലുഖ്മാൻ അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തിന്റെ തന്നെ പേര് വെച്ചിട്ടുള്ള സൂറത്തുൽ ലുഖ്മാൻ എന്താണ്? ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങളാണ്. അഥവാ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് ആ ഉപ്പ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ യാ ബുനയ്യ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, മക്കൾ
മക്കളെ നമ്മൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, മക്കളെ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, മക്കളോട് നമ്മൾ അഭിസംബോധന പോലെ എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ ശ്രമിക്കാൻ പാടില്ല, മക്കളെ അനാവശ്യമായി ചീത്ത പറയാൻ പാടില്ല, മക്കളെ ഏത് സമയത്തും ചീത്ത പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന രീതിയല്ല അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന രീതി. യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ പിതാവ് തന്റെ മകനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇന്ന ശിർക ലദുൽമുൻ അദീം. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ പാഠം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് കോംപ്രമൈസ് ഇല്ലാത്ത, ഒരു നിലക്കും രാജിയാവാൻ പാടില്ലാത്ത, ഒരു നിലക്കും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പാടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ ചെറിയ അലയൊലികൾ പോലും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമ്മുടെ മക്കളുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ സാധിക്കുക എന്നത് തന്നെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ, നമ്മുടെ മക്കളും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠം, നമ്മുടെ മക്കളെ നമ്മൾ ഒന്നാമതായി പഠിപ്പിക്കേണ്ട പാഠം ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ മുൻമീ ലോകത്തില്ല. നമ്മൾ ഒരുപാട് അക്രമങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് അക്രമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അക്രമങ്ങളുടെ എല്ലാം യഥാർത്ഥ കാരണം ശിർക്ക് എന്ന് പറയുന്ന ആ വലിയ ഉൽമാണ്. ആ ഉൽമ് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഉണ്ടാകുന്നില്ലെന്ന് മക്കളെ പഠിപ്പിക്കുക എന്നതാണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം. ആ രക്ഷിതാവിന്റെ കൂടെ മക്കളും സ്വർഗത്തിൽ പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം. പിന്നീട് ആ പിതാവ് തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫീ അമൈനി അനിഷ്കുർ ലി വലിവാലിദൈ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവായുള്ള ഒരു മനുഷ്യന്റെ ബാധ്യത കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ മക്കൾക്ക് രണ്ടാമത്തെ ബാധ്യത എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം മാതാപിതാക്കളോട് എന്നാണ്. എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ടുശേഷം നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി നിങ്ങൾ പെരുമാറേണ്ടതുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല പെരുമാറ്റ മര്യാദകളോടുകൂടി അവരോട് നിങ്ങൾ ഇടപെടണം. പിന്നീട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ ഇവിടെ ഉപദേശിക്കുന്നത് പോലെ അനിഷ്കുർ ലി വലിവാലിദൈ, അല്ലാഹുവിന് നന്ദി ചെയ്യണം. അല്ലാഹുവിന് നന്ദി ചെയ്താൽ പോരാ, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അല്ലാഹുവിന് നന്ദി ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുക എന്ന് പറയുന്നത്. മാതാപിതാക്കൾ വാർദ്ധക്യ ദശയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളെ നമ്മൾ തട്ടിക്കളിക്കാൻ പാടില്ല. ഒരു മാസം നിങ്ങൾ നോക്കിക്കോളി, അടുത്ത മാസം ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഊഴമാണ്, പിന്നെ എങ്ങനെയാണ് അവർ എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ നോക്കുന്ന വിഷയത്തിൽ മക്കൾ ഒരു നിലക്കും യാതൊരു വിധത്തിലുള്ള പ്രയാസവുമില്ലാതെ അവരുടെ മനസ്സിനകത്ത് ചെറിയ ഒരു ലാഞ്ചന പോലും, മാതാപിതാക്കൾക്ക് വെറുപ്പ് തോന്നുന്ന ചെറിയ ഒരു അംശം പോലും ഇല്ലാതെ ആ മാതാപിതാക്കളെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠങ്ങളിൽ രണ്ടാമത്തേതെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം അവർക്ക് വസിയത്ത് നൽകുന്നു എന്ന അല്ലാഹുവിന്റെ ആ അധ്യാപനം തന്റെ പ്രിയപ്പെട്ട മകന് ആ പിതാവ് പഠിപ്പിച്ചു കൊടുക്കാൻ. മൂന്നാമത്തെ പാഠം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകുൻ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ എന്ന് പറയുന്ന ആ ഒരു പാഠമുണ്ടല്ലോ. നമ്മുടെ മക്കൾ ദൂരേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ കൺവട്ടത്തിൽ നിന്ന് മാറി പല മേഖലകളിലും പല ഇടപെടലുകളും നടത്തുമ്പോൾ ആ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ പാഠം ലുഖ്മാൻ തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന ഈ മൂന്നാമത്തെ ഉപദേശമാണ്. അഥവാ എവിടെ പോയി കഴിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾ എന്ത് പഠിക്കാണെങ്കിലും ഈ ലോകത്ത് ആരുമില്ലാത്ത നിങ്ങൾ മാത്രം ഒറ്റക്കാകുന്ന രഹസ്യത്തിന്റെ നിഗൂഢമായ ലോകത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നഹാ ഇൻ തകുൻ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർളി യഅതി ബിഹല്ലാഹ്. നിങ്ങൾ ഒരു അണുമണി തൂക്കം ചെറുത്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത, നിങ്ങളുടെ
ദൃഷ്ടിഗോചരമല്ലാത്ത അമീബയെ പോലെ ബാക്ടീരിയയെ പോലെ ചെറിയ ഒരു സാധനമാണ്. അത് നിങ്ങൾ ആരും കാണാത്ത ഒരു ഇരുട്ടായിൽ ആകാശഭൂമിയുടെ ഏത് മൂലക്ക് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു കഴിഞ്ഞാലും അത് കാണുന്നവർ അല്ലുണ്ട്. അഥവാ അള്ളാഹുവിന്റെ കൺവെട്ടത്തിൽ നിന്നും മാറുന്നതുകൊണ്ട് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കണ്ണിന്റെ ഇമ വെട്ടുന്നത് എങ്ങനെയാണ് എന്ന് പോലും പടച്ചവൻ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരോടും പറയാതെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച പരമരഹസ്യങ്ങളുണ്ടല്ലോ, ആ രഹസ്യങ്ങൾ പോലും അള്ളാഹുവിന് വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഈ ബോധം നമ്മൾക്കുണ്ടായി കഴിഞ്ഞാൽ, നമ്മളുടെ മക്കൾക്കുണ്ടായി കഴിഞ്ഞാൽ അവർ നമ്മുടെ കൺവെട്ടത്തല്ല എന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഭയപ്പെടേണ്ടതില്ല. ഇത് ലിബറലിസത്തിന്റെ കാലമാണ്, ഇത് എത്തീസത്തിന്റെ കാലഘട്ടമാണ്, ഇത് മെറ്റീരിയലിസം സ്വാധീനിക്കപ്പെടുന്ന കാലഘട്ടമാണ്, ഇത് ഡാർവിനിസത്തിന്റെയും ഹെഗലിസത്തിന്റെയും ഫ്രോയിഡിസത്തിന്റെയും കാലഘട്ടമാണ്, ഇത് കമ്മ്യൂണിസം ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അഥവാ മാനസികമായ ഒരുതരം അടിമത്വത്തിന്റെ ലോകത്തേക്ക് ഇത്തരം ചിന്താഗതികൾ നിരന്തരമായി നമ്മളെ കൈപ്പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏത് എത്തീസത്തിന്റെ ലോകമാണെങ്കിലും, ഏത് മെറ്റീരിയലിസത്തിന്റെ ലോകത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞാലും, ഏത് ഹെഗലിസവും ഏത് വിധത്തിലുള്ള മെറ്റീരിയലിസവും ഏത് വിധത്തിലുള്ള പിന്നെ സ്വതന്ത്രവാദവും അവരുടെ ജീവിതത്തിന്റെ ഒരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താതിരിക്കുവാൻ നമ്മുടെ മക്കൾ അറിയേണ്ട, നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർളി യഅതി ബിഹാ അല്ലാഹ്. ഈ പാഠം ഇത് പ്രധാനപ്പെട്ട പാഠമാണ്. ഇതാണ് ഒരു മനുഷ്യനെ ഏത് സന്ദർഭത്തിലും അല്ലാഹ് എന്ന് പറയുന്ന ആ ചിന്താഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പാഠം. ഈ ചിന്താഗതി, ഈ ആശയം ഒരാളുടെ ഹൃദയത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ തെറ്റുകളിലൂടെ ലോകത്തേക്ക് പോകാൻ കഴിയില്ല, പിന്നെ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ കഴിയില്ല, പിന്നെ അവർക്ക് ഈ ലോകത്ത് ഒരു വിധത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളുമായി ഒരു വിധത്തിലുള്ള ഫാഹിഷാത്തുകളും ഒരു വിധത്തിലുള്ള മുൻകാലത്തുകളും അവർക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ നൽകേണ്ട അറിവിന്റെ കൂട്ടത്തിൽ, മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയത്തിൽ മക്കളും നമ്മുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഈ ഈമാൻ അതിന്റെ ഏറ്റവും ശക്തമായ സ്വഭാവത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ അവർക്ക് സാധിക്കുക എന്നതാണ്. പിന്നീട് ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് ആ ഉപ്പ പിന്നെ പറയുന്നത്, നിസ്കാരം, അഖിമിസ് സ്വലാത്ത്, നിസ്കാരം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നിസ്കാരം എന്ന് പറയുന്നത് അവഗണിക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൊക്കിൽ ജീവനുള്ളയിടത്തോളം കാലം ഒരു നിലക്കും ഒഴിവാക്കാൻ ഒരു ന്യായമില്ലാത്ത പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം ഒരാളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ആരംഭിക്കണം. കുട്ടികൾ 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ആ കുട്ടികൾ 7 വയസ്സായിട്ടും നിസ്കരിക്കാൻ തുടങ്ങുന്നില്ലെങ്കിലോ നിസ്കാരം ഒഴിവാക്കുന്നതിന്റെ പേരിൽ നിസ്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തിൽ, ചെറിയ സ്വഭാവത്തിലുള്ള ശിക്ഷകൾ മക്കൾക്ക് നൽകണം. ശിക്ഷകൾ നൽകിക്കൊണ്ട് നിസ്കരിക്കാൻ എന്ന തോന്നാത്ത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകലല്ല, മറിച്ച് ആ ശിക്ഷ പോലും മാന്യമായിരിക്കണം. ആ ശിക്ഷ പോലും അവർക്ക് പ്രചോദനവും പ്രേരണയും നൽകുന്ന സ്വഭാവത്തിലായിരിക്കണം. ആ സ്വഭാവത്തിൽ മക്കൾക്ക് 10 വയസ്സായിട്ടും നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിലുള്ള ശ്രദ്ധ ഇല്ലാതായി കഴിഞ്ഞാൽ അവരെ നിസ്കരിക്കാൻ ആവശ്യമായ ശിക്ഷകൾ നൽകിക്കൊണ്ട് അവരെ പ്രചോദിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അവരതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലുഖ്മാൻ തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, നിസ്കാരം നിങ്ങൾ ഇഖാമത്ത് ചെയ്യണം. 5 വക്ത് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. 5 വക്ത് നിസ്കാരം അവരുടെ സമയബന്ധിതമായി പള്ളികളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള പ്രേരണ മക്കൾക്ക് നൽകുക എന്ന് പറയുന്നത് അവരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മക്കളെന്ന് പറഞ്ഞാൽ അവർ വളർന്നു വലുതാകുമ്പോൾ തന്നെ നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ട് നന്മകളിലേക്ക് കുട്ടികളെ ഉപദേശിക്കാനും തിന്മകൾ കാണുമ്പോൾ ആ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുവാനുമുള്ള ഒരു മനോഭാവം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക എന്നതും മക്കളുടെ തർബീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ലുഖ്മാൻ തന്റെ മകനെ
ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്ന് പറയുന്നത്. ക്യാമ്പസുകളിൽ മക്കൾ ഒരു കാരണവശാലും തിന്മയുടെ കുടി പിടിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല. ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോ അനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ചൂണ്ടുപിടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കളെ മുഴുകാൻ പാടില്ല. മറിച്ച് നന്മകളുടെ പക്ഷത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് ആ നന്മകൾക്ക് വേണ്ടി പൊരുതാൻ ഏറെറ്റം വരെ മുന്നോട്ട് പോകുന്ന, തിന്മകൾക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടുന്ന, തിന്മകൾക്ക് ഈ ഭൂമിലോകത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം നടത്തുന്ന, അതിനുവേണ്ട കരുത്ത് നേടിയെടുത്ത മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് മക്കളുടെ തർബീയത്തും അവരുടെ സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണത്. അല്ലാഹുവിന്റെ ഖുർആൻ ഈ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ, സ്വാഭാവികമായും നന്മയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കുമ്പോ തിന്മക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള വഴിയൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വെല്ലുവിളികൾ ആ മേഖലകളിൽ അനുഭവിക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ ക്ഷമയോടെ നല്ല സ്വതോടുകൂടി ആ മാർഗത്തിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് മക്കൾക്ക് നമ്മൾ പകർന്നു നൽകണം. അതാണ് നിശ്ചയദാർഢ്യമുള്ള മനക്കരുത്തുള്ള ആളുകളുടെ നിലപാട് എന്ന് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ. ഇങ്ങനെ ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്ന ഈ ഉപദേശങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവിതത്തിന്റെ ലളിതമായ കൊച്ചു കൊച്ചു പാഠങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ നടക്കുമ്പോ വിനയാന്വിതനായി മാത്രമേ നടക്കാവൂ. അഹങ്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, വസ്ത്രത്തിൽ അഹങ്കാരം പാടില്ല, അതേപോലെ തന്നെ രൂപഭാവങ്ങളിൽ അഹങ്കാരത്തിന്റെ ലാഞ്ചന പാടില്ല. അഹങ്കാരത്തിന്റെ ലാഞ്ചന ഇല്ലാതെ ഭൂമിയിൽ വിനയാന്വിതരായി മാത്രമേ അവർ നടന്നു പോകൂ എന്ന് ഖുർആൻ പറയുന്നത് പോലെ ഈ ഭൂമിയിൽ ഏറ്റവും വിനയാന്വിതരായി നടക്കാൻ പഠിപ്പിക്കുന്ന അഥവാ വിനയത്തിന്റെ ഒരു സംസ്കാരം മക്കൾക്ക് തർബീയത്തിന്റെ ഭാഗമായി പകർന്നു നൽകാൻ കഴിയണം. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി അവരെ പരിഹസിക്കുന്ന, അവരെ ചീത്ത പറയുന്ന, അവരെ കളിയാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. ശബ്ദമുയർത്തി അനാവശ്യമായ സന്ദർഭങ്ങളിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കൊച്ചു ഉപദേശങ്ങൾ ഉൾപ്പെടെ ലുഖ്മാൻ എന്ന മകന് ഉപദേശങ്ങളായി നൽകുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. ഞാൻ എന്തിനാണ് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഈ ഉപദേശങ്ങൾ പ്രത്യേകമായി പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുക എന്ന് ഒരാൾ പഠിക്കുമ്പോൾ അയാൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന എല്ലാ ഉപദേശങ്ങളും ആ പിതാവ് തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്നതായി ഈ ഒരൊറ്റ സൂറത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മര്യാദകളും പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുവാനും അവർക്ക് സാധിക്കുക എന്ന് പറയുന്നത് അതാണ് വിശുദ്ധ ഖുർആൻ മക്കളുടെ തർബീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്. ആരാധനാക്രമങ്ങൾ ഒരുപക്ഷെ മദ്രസകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ പൊതുവെ ആരാധനാക്രമങ്ങൾ അവർ പൊതുവെ ശ്രദ്ധിച്ചു പോകാറുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ആരാധനകളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ പൊതുവെ അലംഭാവം കാണിക്കാറില്ല. അതിൽ അലംഭാവം കാണിക്കുന്ന ആളുകളുണ്ട് എന്നത് വളരെ, പക്ഷെ പൊതുവെ അത്തരം കാര്യങ്ങളിൽ അലംഭാവം കാണിക്കാറില്ല. പക്ഷെ അതിനേക്കാളപ്പുറം ജീവിതത്തിന്റെ മറ്റുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വഴിതെറ്റലിന്റെയും വഴികേടലാവുന്നതിന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്നുകൂടി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു സംസ്കാരം ഏത് ജീവിതത്തിന്റെ മേഖലകളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അത് സാമ്പത്തിക ഇടപാടുകളാവാം, കുടുംബ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിലേക്ക് പോകുന്ന സന്ദർഭങ്ങളാവാം, അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭമാവാം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാവാം, ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ് അവരെ നിയന്ത്രിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കളുടെ പിടുത്തത്തിൽ നിന്ന് മക്കൾ വല്ലാതെ വഴുതിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാറ്റൂ.
ഇനിയങ്ങോട്ട് തന്നിഷ്ട കൂത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് ആരംഭിക്കുന്നത് തന്നെ. മാതാപിതാക്കളോട് മാപ്പ് പറഞ്ഞിട്ട് ഇനിയങ്ങോട്ടുള്ള ജീവിതം ഞങ്ങളുടെ ഇഷ്ടം പോലെയുള്ള, ഞങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ടിന്റെ വരികൾ ആരംഭിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് എൻ പാത, എൻ അധികാരം, വഴിതെറ്റാനുള്ള അവകാശം, ഞാൻ തെരഞ്ഞെടുത്ത് എന്റെ വഴിയാണ്, ഇതെന്റെ സ്വാതന്ത്ര്യമാണ്. വഴിതെറ്റിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ വഴിതെറ്റിക്കൊണ്ട് ജീവിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അവകാശമുണ്ട് എന്ന് നമ്മുടെ മക്കൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മക്കളെ ആ ഒരു പാട്ടിന്റെ വരികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ എല്ലാ ശ്രമങ്ങളും നടത്തിയാലും നമ്മുടെ പിടുത്തത്തിൽ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, അവർ പ്രവാചകന്റെ കൂടെ രാത്രി കിടന്നുറങ്ങാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വർഷത്തോളം നൽകിയ വ്യക്തിയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. എന്നിട്ടും ആ പ്രവാചകന്റെ കൂടെ ആ ഭാര്യ ഉണ്ടായില്ല. ആ പ്രവാചകന്റെ തർബിയത്തിൽ വളരാനുള്ള എല്ലാ അവകാശങ്ങളും കിട്ടിയ മക്കളായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ. എന്നിട്ട് ആ മക്കളാരും ആ പ്രവാചകന്റെ കൂടെ ഉണ്ടായില്ല. അതേപോലെ തന്നെയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സൊഡോമിസം എന്ന് പറയുന്ന, സ്വവർഗതി എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വൃത്തികെട്ട തിന്മ ആ നാടിന്റെ ഒരു പൊതുമുഖം പ്രകൃതമായി മാറിയപ്പോ അതിന് എല്ലാ ചൂട്ടും പിടിച്ച് അതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അഥവാ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണ് അതിന് ഏറ്റവും വലിയ പ്രചോദനവും ആവേശവും നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് നമ്മുടെ പിടുത്തത്തിൽ അപ്പുറമുള്ളതാണ്. കാരണം ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകുന്നത് അല്ലാഹുവാണ്. അത് നമുക്കൊരു പങ്കുമില്ല. ഹിദായത്തിന്റെ വഴി ഏതാണ് എന്ന് കാണിച്ചു കൊടുക്കാനും ആ വഴിയിലൂടെ മക്കളെ സഞ്ചരിപ്പിക്കുവാൻ ആവശ്യമായ പ്രചോദനമേകുവാനുമാണ് രക്ഷിതാക്കളെന്ന നിലക്ക് നമുക്ക് സാധിക്കുക. അതിൽ നമ്മൾ വീഴ്ച സംഭവിച്ചിട്ടില്ല. അതിൽ എന്റെ ജീവിതത്തിൽ ഒരു അപാകതയും സംഭവിച്ചിട്ടില്ല എന്ന് ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും ഉറപ്പുവരുത്താൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നിട്ടും മക്കള് വഴികേടായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കില്ല. അഥവാ നാളെ കോടതിയിൽ വിചാരണക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിൽ ആ മക്കള് നമുക്കെതിരെ ഒരു കാരണവശാലും വിചാരണയുടെ സന്ദർഭത്തിൽ നമുക്കെതിരെ ഒരു വർത്തമാനവും പറയാൻ ആ മക്കൾക്ക് അവസരം ഉണ്ടാവില്ല. ആ നിലക്ക് ഈ ദുനിയാവിൽ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നൽകേണ്ട എല്ലാ തർബിയത്തും നമ്മൾ നൽകുന്നുണ്ട്. ആ സ്വഭാവത്തിൽ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വഭാവത്തിൽ മക്കൾക്ക് ആവശ്യമായ ജീവിതത്തിന്റെ ഇസ്ലാമികമായ പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പാഠങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്രസകളിൽ നിന്ന് ആരാധനകളുമായി ബന്ധപ്പെട്ട് അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരൊരു പരിധിവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് വളർന്നു വലുതാവുക. എന്നാൽ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്ക് കടന്നു വന്നാൽ, പ്രത്യേകിച്ച് സദാചാര ധാർമ്മിക ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഓതിക്കേൽപ്പിച്ച ഒരു ഹദീസിൽ, അഥവാ കുട്ടികൾക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷകൾ കൊടുക്കണം എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടിയുണ്ട്. ആ ഹദീസാണ് അവസാനിക്കുന്നില്ല. കുട്ടികൾക്ക് 10 വയസ്സായി കഴിഞ്ഞാൽ 10 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ വ്യത്യസ്തമായ വിരിപ്പിൽ മാറ്റി നിങ്ങൾ കടത്തണം. 10 വയസ്സായ കുട്ടികളെ ഒരേ വിരിപ്പിൽ കടത്തി ഉറക്കാൻ പാടില്ല. അവർക്ക് വേറെ ബെഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ വേറെ ബെഡ് കൊടുക്കണം. വേറെ റൂം അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്ന പാഠം. കുട്ടികൾക്ക് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറയുന്ന അതേ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന പാഠമാണ് കുട്ടികൾക്ക് 10 വയസ്സായാൽ അവരെ വിരിപ്പിൽ മാറ്റിക്കടത്തണം. ഒന്നും സംഭവിച്ചിട്ടൊന്നല്ല, മറിച്ച് അത് ഇസ്ലാമിന്റെ ഒരു ജാഗ്രതയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന തർബിയത്തിന്റെ സംസ്കാരത്തിന്റെ ഉന്നതമായ രീതിയാണ്. സൂറത്തുൽ നൂർ നമ്മൾ വായിച്ചവരാണ്. സൂറത്തുൽ നൂർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ധാർമ്മിക സദാചാര ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ ആ സൂറത്തിൽ അല്ലാഹു പകർന്നു നൽകുന്നുണ്ട്. അങ്ങനെ പകർന്നു നൽകുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലയസ്തൻദികുൽ ലദീന മലകത് ഈമാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും 3 മററാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ
കുട്ടികൾ നമ്മുടെ മക്കളെ കുറിച്ച് പറയാണ്. നമ്മൾ മുൻപ് പ്രസവിച്ച് ഗർഭം ചുമന്ന് പ്രസവിച്ച് ഇടങ്ങേറായി പോറ്റി വളർത്തിയ നമ്മുടെ മക്കളെ കുറിച്ച് അല്ലാഹു പറയാണ്. മൂന്ന് സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിങ്ങളുടെ വീട്ടിലെ കൊച്ചുമക്കൾ നിങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് വരുമ്പോ, നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് വരുമ്പോ, മൂന്ന് സന്ദർഭങ്ങളിൽ അവർ അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമേ വരാവൂ. നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങളുടെ മക്കൾ വരുമ്പോ വാതിൽ തുറന്ന് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ പ്രവേശിക്കാൻ പാടില്ല എന്ന തർബിയത്ത് മക്കൾക്ക് നിങ്ങൾ നൽകണം. ഏതാ മൂന്ന് സന്ദർഭങ്ങൾ? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള സമയം. വഹീന തളഊന സിയാമതും മിനൽ വഹീറ, ഉച്ച സമയത്ത് നിങ്ങൾ വസ്ത്രം ഊരി വെച്ച് അല്പം വിശ്രമിക്കാൻ വേണ്ടി ബെഡ്റൂമിൽ പോകുന്ന സമയം. വമിൻ ബഅദി സ്വലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം. ഈ മൂന്ന് സമയങ്ങളിൽ നമ്മുടെ മക്കള് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമേ വരാവൂ എന്ന തർബിയത്ത് മക്കൾക്ക് നൽകണമെന്ന് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ നമ്മളെ മുഴുവനും വിളിച്ചുകൊണ്ട് അല്ലാഹ് അഖീമുസ്സലാത്ത് എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന അതേ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണത്. ഇങ്ങനൊരു പാഠം ഖുർആനിലുണ്ട്, നമുക്കറിയാം. ഇങ്ങനെ ഒരു തർബിയത്ത് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാ ചിന്തകൾക്കും അപ്പുറം, നമ്മുടെ എല്ലാ ആലോചനകൾക്കും അപ്പുറം ആലോചിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ എല്ലാ രഹസ്യങ്ങളും, ഒരു മനുഷ്യന്റെ എല്ലാ പരസ്യങ്ങളും, ഒരു മനുഷ്യന്റെ വിജയവും ഒരു മനുഷ്യന്റെ പരാജയവും എങ്ങനെയാണ് സംഭവിക്കുക എന്ന് സൃഷ്ടികർത്താവായ അല്ലാഹുവിന് നന്നായിട്ട് അറിയാം. ആ അല്ലാഹു തന്റെ മക്കളുടെ ജീവിതം എങ്ങനെയാണ് ഉജ്ജ്വലമായ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മാതാപിതാക്കളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന പാഠമാണിത്. ഇതാണ് ഖുർആൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ ചില സ്വകാര്യ നിമിഷങ്ങൾ മനുഷ്യരുണ്ട്. സ്വകാര്യങ്ങൾ സ്വകാര്യങ്ങളാണ്, അതൊരിക്കലും പരസ്യമായി ചെയ്യാൻ പാടില്ല. ഇന്ന് സ്വകാര്യതകളില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വകാര്യമായി ബെഡ്റൂമിനകത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമായി റോട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു മനോഭാവം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കാം. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم آذان لا يسمعون بها ولهم أبصار لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون എന്ന് ഖുർആൻ പറയുന്ന ആ അവസ്ഥ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും ജിന്നുകളുമാണ്. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പെട്രോളും ഡീസലും വെച്ചുകൊണ്ടല്ല, മനുഷ്യരായ നമ്മളാണ് ആ നരകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമായി മാറുക. നരകത്തിന്റെ ഇന്ധനമായി മനുഷ്യൻ മാറാനുള്ള കാരണം എന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് അല്ലാഹു ചിന്തിക്കാൻ ഖൽബ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഖൽബ് കൊണ്ട് അവർ ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. വലഹും അബ്സാറുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് അല്ലാഹു കാണാൻ കണ്ണ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ണുകൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കേൾക്കാനുള്ള ചെവി കൊടുത്തിട്ടുണ്ട്. ആ ചെവി കൊണ്ട് കേൾക്കേണ്ടതൊന്നും അവർ കേൾക്കുന്നില്ല. ഉലൈക കൽഅൻആമി ബൽ ഹും അദൽ, അവർ മൃഗങ്ങളെ പോലെ നാൽക്കാലികളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഉലൈക ഹുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായിക്കൊണ്ടാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ നമുക്ക് സ്വന്തമായി ജാഗ്രതയുള്ളതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിഷയത്തിലും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും വിഷയത്തിൽ നമുക്ക് ആ സ്വഭാവത്തിൽ ജാഗ്രതയുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കുടുംബവുമായി, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ആ മക്കൾ നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കാം. ആ മക്കൾ നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും അത് വേണ്ട പോലെ നമ്മൾ ശ്രദ്ധിക്കൂല. ഉമ്മ പോകുന്നത് കണ്ടു കഴിഞ്ഞാല് നല്ല പർദ്ദയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങളൊക്കെ നന്നായി പറിച്ച് പോകും. കൂടെ മകളുണ്ടായിരിക്കും. മകളുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ധരിച്ച് മകൾ കൂടെ നടക്കുമ്പോൾ ഉമ്മ പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ ഉണ്ടാവുക?
നമ്മൾ തഹജ്ജുദ് ഉൾപ്പെടെ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ രാത്രി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണിശത പാലിക്കുന്നുണ്ട്. പക്ഷെ മക്കൾ അങ്ങനെയൊന്നുമില്ല. എങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തും? അപ്പൊ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, നമ്മൾ എന്താണോ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുന്നത്, അതാണ് നമ്മുടെ മക്കളെയും സ്വാധീനിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അർത്ഥത്തിൽ മക്കൾക്ക് ജീവിത പാഠം നൽകാൻ സാധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി അൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളുടെ പദവി അല്ലാഹു ഉയർത്തി അപ്രതീക്ഷിതമായ, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ആ പദവിയിലേക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലായ ഉയർത്തും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ, യാ റബ്ബി അന്നാ ലി ഹാദാ, എന്താണ് പടച്ചോനെ എനിക്ക് ഇങ്ങനെ പദവി കിട്ടാനുള്ള കാരണം? എനിക്കിത് യഥാർത്ഥത്തിൽ അർഹതയല്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദവിയിലേക്ക് എത്തപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ ഫയഖൂലു ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി നിരന്തരം ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നീ മരിച്ചുപോയപ്പോ നിന്റെ ഖബറിനടുത്ത് വന്ന് നിന്റെ മകന് നിരന്തരമായി അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി ആ മകൾ നിരന്തരം ദുആ ചെയ്തിരുന്നു. ആ ദുആ കൊണ്ടാണ് ഈ സ്വർഗത്തിൽ നീ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പദവിയിലേക്ക് അല്ലാഹു നിന്നെ ഉയർത്തിയിട്ടുള്ളത് എന്ന് മറുപടി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഈ പദവി നമുക്ക് കിട്ടണം. ഈ പദവിയിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്തേണ്ടത് എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവ് സ്വാലിഹായ പിതാവായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിക്കില്ല. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖിദ്ർ നബിയുടെയും ചരിത്രം പറയുന്നത്, ഖിദ്ർ നബിയാണോ നബി അല്ലേ എന്നുള്ള തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖിദ്ർ നബിയുടെയും ചരിത്രം പറയുന്നത്, മൂസാ നബി അലൈഹി ഇസ്ലാം ഖിദ്ർ നബി ആരാണ് എന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ യാത്ര പോകുമ്പോൾ 3 സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ആ 3 സംഭവങ്ങളിൽ ഒന്ന്, കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കപ്പലിന് ഇയാൾ ദ്വാരണ്ടാക്കാണ്, ഖിദ്ർ നബി ദ്വാരണ്ടാക്കാണ് ഒന്നതാണ്. രണ്ടാമത്തത്, വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു, ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കഴുത്തറുത്ത് കൊന്നു. മൂന്നാമത്തെ സംഭവം, ഇയാളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ മതിലിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്, ആ ചെരിഞ്ഞ മതിൽ ഇദ്ദേഹം നേരെയാക്കി. ഈ മതിൽ നേരെയാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു അങ്ങനെ പറയുന്നുണ്ട്, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. എന്തിനാണ് ആ മതിൽ നേരെയാക്കി കൊടുത്തത് എന്ന ചോദ്യത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചോദ്യത്തിന് ഖിദ്ർ മറുപടി നൽകാൻ, ആ മതിലിന്റെ താഴെ ആ യതീമുകളായ 2 കുട്ടികളുടെ വീടാണ്. ആ യതീമുകളായ 2 കുട്ടികളുടെ ഈ മതിലിന് താഴെ അവരുടെ ഉപ്പ ഒളിപ്പിച്ചു വെച്ച ഒരു നിധി ഉണ്ടായിരുന്നു. ആ നിധി കുട്ടികൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ മതിൽ നേരെയാക്കി കൊടുത്തത് എന്ന് പറയുമ്പോ അതിന്റെ കൂടെ അല്ലാഹു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വഅബൂഹുമാ സ്വാലിഹാ. അവർ രണ്ടുപേരുടെയും പിതാവ് സ്വാലിഹായ പിതാവായിരുന്നു. സ്വാലിഹായ പിതാവാവുക, സ്വാലിഹത്തായ ഉമ്മയാവുക എന്ന് പറയുന്നത് അല്ലാഹു ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും മക്കളെ കുറിച്ചുള്ള നമ്മുടെ ആലോചന എങ്ങനെയാവണം എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഈ കുട്ടികളെ കുറിച്ചും ആ കുട്ടികളുടെ പിതാവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് ആ കുട്ടികൾക്ക് വേണ്ടി ഈ ധനം സംരക്ഷിക്കപ്പെട്ട അല്ലാഹു മുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആ 2 കുട്ടികളുടെ ഈ വാപ്പ സ്വാലിഹായ വാപ്പയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ മക്കളൊന്നും നന്മ ചെയ്യുന്നതല്ല, ഈ മക്കൾ നന്മ ചെയ്യുന്നതിനേക്കാൾ ആ ഉപ്പ സ്വാലിഹായ എന്നുള്ള കാരണത്താൽ ആ സ്വാലിഹായ ഉപ്പയുടെ മക്കൾ ഈ ദുനിയാവിൽ പിന്നെ എത്ര കാലം ജീവിക്കുകയാണെങ്കിലും അവരുടെ ഭൗതികമായ ജീവിതത്തിൽ പോലും പടച്ചതമ്പുരാൻ നിഅമത്തും ബർക്കത്തും ധാരാളമായി ചെയ്യും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് ഈ സംഭവത്തെ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കൂടെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ല
ഇല്ലാ ഹഫിദഹുല്ലാഹു ഫീ അഖിബിഹി വഅഖിബ അഖിബിഹി. ഒരു മനുഷ്യൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ മരിച്ചുപോയ മനുഷ്യന്റെ പിന്തുടർച്ചയായ ആളുകളെ അല്ലാഹു സംരക്ഷിക്കും. ആ സംരക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവർ സ്വാലിഹീങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇവര് ദുനിയാവിൽ നല്ല മനുഷ്യന്മാരായിരുന്നു. ആ നല്ല മനുഷ്യന്മാരായ ആളുകളുടെ മക്കളും ഇവിടെ നല്ലവരായി കൊണ്ട് ജീവിക്കണമെന്ന് അല്ലാഹു താല്പര്യമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ചിലതൊക്കെ സംഭവിച്ചേക്കാം. അത് യഥാർത്ഥത്തിൽ ഷാസാനും യഥാർത്ഥത്തിൽ അല്ലാഹു ഈ ദുനിയാവിൽ നല്ലവരായി ജീവിച്ച ആളുകളുടെ തുടർച്ച നല്ലവരായി നിലനിർത്തുക എന്നതാണ് സംഭവിക്കുക. അതാണ് അതിന്റെ കൂടി ഉദാഹരണമായിട്ടാണ്, അതിന്റെ കൂടി തെളിവായിട്ടാണ് ഈ ആയത്തിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് കൺസേൺ ഉണ്ടാവണം. മക്കളെ കുറിച്ച് കൺസേൺ ഉണ്ടാവുക എന്നുള്ള അതിന്റെ അർത്ഥം നമ്മൾ സ്വാലിഹീങ്ങളായി മാറുക എന്നുള്ളതാണ്. നമ്മൾ സ്വാലിഹത്തിനായി മാറുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് കാണുന്നു അത് മക്കൾ കാണും. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് പറയുന്നു അത് മക്കൾ പറയും. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് മക്കൾ ചെയ്യും. എന്നിട്ട് അവരോട് ചെയ്യരുത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ പറയുന്നതേ അവർ പറയും, നമ്മൾ ചെയ്യുന്നതേ അവർ ചെയ്യും, നമ്മൾ കാണുന്നതേ അവർ കാണും, നമ്മൾ കേൾക്കുന്നതേ അവർ കേൾക്കും. അതുകൊണ്ട് നമ്മൾ ആരാണ് എന്നതിൽ നമ്മൾ നിർണ്ണയിക്കണം. നമ്മൾ ആരാണ് എന്ന് നമ്മൾ നിർണ്ണയിച്ചാൽ മാത്രമാണ് നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നതിൽ പോലും അർത്ഥമുണ്ടാവുള്ളൂ. ആ അർത്ഥത്തിൽ മക്കളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത് പാലിച്ചുകൊണ്ട് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ അർത്ഥത്തിൽ ഏറ്റവും നല്ല ഇസ്ലാമികമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാനും നമ്മുടെ സ്വർഗത്തിൽ പോകുമ്പോൾ ആ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നമ്മുടെ മക്കളെയും നമ്മുടെ വേണ്ടപ്പെട്ടതിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين وارحمنا برحمتك يا أرحم الراحمين. രണ്ട് നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ വല്ലപ്പുഴയിൽ 2 മരണങ്ങളുണ്ടായിരുന്നു. ഇത് ഇവിടെ 2 അംശുകളുടെ ഉമ്മമാരാണ് മരണപ്പെട്ടത്. ഒരു ഉമ്മ കുറെ കാലം സുഖയിലാണ് കിടക്കരുത്. അംശുകളുടെ ഉമ്മ വളരെ പെട്ടെന്നാണ് മരിച്ചത്. ഉമ്മമാര് മരിക്കാതെ മക്കൾക്ക് ഉണ്ടാക്കുന്ന വേദന നമുക്കറിയാം എത്രമാത്രം പ്രയാസം ഉണ്ടാവുന്നത്. ആ മരണപ്പെട്ടു പോയ 2 ഉമ്മമാർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ അവരുടെ നീ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നത്. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ കബറിടത്തിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك رضاك والجنه ونعوذ بك من سخطك والنار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. وارحمنا برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين برحمتك يا ارحم الراحمين.